ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എങ്കിലിത് മൂന്നാം ടൈമാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാവണം. ഇന്ത്യ ചരിത്രത്തിൽ മൂന്നാമത് 1962 മാത്രമാണ് വന്നിട്ടുള്ളത്, നെഹ്റുവിന്റെ കാലത്ത്. അപ്പൊ അതിന്റെ ഒരു കുറവ് പക്ഷെ ആരും പ്രതീക്ഷിച്ചില്ല. വൻ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് വിചാരിച്ചത്. അപ്പൊ അതിലെന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായത്? ഇനി RSS ഒക്കെ ആയിട്ട് ചെറിയൊരു ഭിന്നത ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ സംസാരിച്ച് തീർത്ത് UP-യിൽ 50-50 അടുത്ത പ്രാവശ്യം കിട്ടിയിട്ട് 400 സീറ്റോട് കൂടിയിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരുന്നതാണ് ഉറപ്പാണ്, ഒരു സംശയവും വേണം. തമിഴ്നാട്ടിലെ പ്രകടനം തമിഴ്നാട്ടിൽ വളരെ നല്ല പ്രകടനമാണ്. ഒരു കാര്യം അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് ഇത്രയധികം സീറ്റ്, ഇപ്പൊ അണ്ണാമലയ്ക്ക് 4.5 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ADMK കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 7 ലക്ഷത്തിന് മേലെ വോട്ടാ, ഈസി ആയിട്ട് ജയിക്കായിരുന്നു. അത് സത്യമാണ്. പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്നും ഈ 3-4 സീറ്റ് മാത്രം കിട്ടി BJP ഒതുക്കപ്പെടുകയാണ് കാലങ്ങളായിട്ട്. അപ്പൊ അണ്ണാമലയുടെ ഡിസിഷൻ കറക്റ്റ് തന്നെയായിരുന്നു. 2 അക്കത്തിലേക്ക് വോട്ട് ഷെയർ വന്നിട്ടുണ്ട്.